guys, welcome back to our channel. So this is our world. നമ്മൾ ഇന്ന് എന്തായാലും ക്രിസ്മസ് വെക്കേഷൻ ആണ്. പക്ഷെ ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ ഞങ്ങളുടെ കൊളായി, എൻ്റെ കൊളായി. കാരണം എന്താ വെച്ചാൽ സ്റ്റഡി ലീവ് ആയിപ്പോയി. അതെ, എനിക്ക് 31 ഡിസംബർ 31 ഞങ്ങൾക്ക് സെം എക്സാം ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞങ്ങൾ സ്റ്റഡി ലീവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളുടെ ക്രിസ്മസ് വെക്കേഷൻ നല്ല രീതിക്ക് കൊളായിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു ദിവസമെങ്കിലും നമ്മളൊന്ന് പുറത്തു പോകണമല്ലോ. അങ്ങനെ നമ്മൾ നമ്മുടെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ മാൾക്കാണ് പോകാൻ പോകുന്നത്. അതെ, നമ്മുടെ തൃശ്ശൂരിൽ ഒരു പുതിയൊരു മാൾ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ഹൈലൈറ്റ് മാള്. അപ്പോൾ നമ്മളിന്ന് എന്തായാലും ഹൈലൈറ്റ് മാളിലേക്കാണ് പോണത്. അപ്പോൾ നമ്മുടെ കൂടെ നല്ലപ്പ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. പിന്നെ എൻ്റെ പുതിയ കണ്ണാടിയാണ് ഗൈസ്. എങ്ങനെയുണ്ട്? വളിഞ്ഞ കണ്ണാട എങ്ങനെയുണ്ട് ഗൈസ്? പിന്നെ ഞാനെന്നെ ക്രിസ്മസ് വൈബ് പിടിച്ചു. എൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് ക്രിസ്മസ് വൈബ്. എന്തായാലും ക്രിസ്മസ് വൈബ് പിടിച്ചു ഗൈസ്. ഗൈസ് നമ്മുടെ രീതിയാണ് ഗൈസ് എടുക്കുന്നത്. ഗൈസ് നമ്മളാദ്യം ഇൻഷുറൻസ് അടയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് അങ്ങോട്ട് പോയിട്ട് പിന്നെ നമ്മുടെ നെൽപ്പാലും എടുക്കാൻ പോകാനായിട്ട് ഗൈസ് നമ്മളിതാ ഇൻഷുറൻസ് ഒക്കെ സെറ്റാക്കി. അപ്പോൾ നമ്മുടെ നെല്ലമ്മ ഇപ്പോൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അവരെടുക്കാൻ പോവാണ്. കഴിഞ്ഞാൽ നമ്മൾ നേരെ ഹൈലൈറ്റ് മാൾ. അപ്പോൾ ഗൈസ് നമ്മൾ ഹൈലൈറ്റ് മാളിൽ അങ്ങനെ എത്താനായി. ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് മാൾ എന്ന് പറയുന്നത്. എവിടെയാണ് ഇതിൻ്റെ എൻട്രൻസ് പറഞ്ഞാൽ ഗൈസ് അങ്ങനെ 1.5 മണിക്കൂറിന് ശേഷം നമ്മളവിടെ എത്തിക്കുകയാണ്. ഒടുക്കത്തെ ട്രാഫിക് ആയിരുന്നു. എൻ്റെ പിന്നെ എന്തൊരു ട്രാഫിക് ആയിരുന്നു. നല്ല വെയിലും സൈഡിലിരിക്കണം ഞാനായതുകൊണ്ട് നല്ല വെയിൽ. ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്. എന്തൊരു തിരക്കെന്ന് അറിയോ? നമ്മൾ അവിടുന്ന് കയറി എന്താ പറയുക, ഷോപ്പ് എത്തണതിൻ്റെ മുന്നേ തുടങ്ങിയതാണ് ട്രാഫിക് ബ്ലോക്ക്. ഇവിടെ നെക്സ്റ്റ് എത്തണ വരെ സെക്കൻഡിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. സോറി, ഹൈലൈറ്റ് മാൾ എത്തണ വരെ നമ്മൾ നെസ്റ്റോരിക്കൽ എത്ര കാലം പോയിരുന്നു. നെസ്റ്റോ ശോഭ അതല്ലേ. ഇപ്പം അത് കഴിഞ്ഞിട്ട് വേറെ ഒരെണ്ണം വന്നപ്പോൾ നമുക്ക് അതിൻ്റെ പേരാണ്ട് പെട്ടെന്ന് വായി വരുന്നില്ല. അവിടെ ഇല്ലാത്ത സംഭവമായിരുന്നല്ലോ. അപ്പം സെക്കൻഡ് ഗിയറിന് അപ്പുറത്തേക്ക് നമ്മൾക്ക് പോകാൻ പറ്റില്ല. അത്രയും തിരക്കായിരുന്നു. എന്നിട്ട് മൊത്തം ഞാൻ ഓടിച്ചു കൈ. പിന്നെ അതുകൊണ്ടാണ് എത്ര ലേറ്റ് ആയിട്ട് ഇവിടെ. അതെ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫോർത്തിട്ട് പറപ്പിക്കായിരുന്നു. ഇവിടെ വലിയ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി. ഇതാണ് ഗൈസ് നമ്മുടെ ഹൈലൈറ്റ് മാൾ എന്ന് പറയുന്നത്. പക്ഷെ എത്രയൊക്കെ പറഞ്ഞാൽ നമ്മുടെ ശോഭാ സിറ്റിയുടെ അത്ര ആവട്ടെ. ശോഭാ സിറ്റി നമ്മുടെയുള്ള ഇതാണ് നമ്മുടെ മാൾ എന്ന് പറയുന്നത്. അത്യാവശ്യം വലിയ മാളാണ് കേട്ടോ. എന്നമ്മ പറ. അപ്പോൾ ഗൈസ് കുഴപ്പമില്ല, ആൾക്കാർ വിചാരിച്ചത്ര തിരക്കൊന്നുമില്ല കേട്ടോ. എന്നുവെച്ചാൽ കടകളൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് എന്താണെന്നറിയില്ല, വൈബ് തന്നെയില്ല. ഹായ് ഗൈസ്, ഇതാണ് എൻ്റെ ഉപ്പാലാണ്. ഞാനല്ലേ പിടിച്ച് നടക്കുന്നത്. എനിക്കിങ്ങനെ എല്ലാവരും മുന്നേഷിട്ട് ഇങ്ങനെ എടുത്ത് നടക്കാനുണ്ടോ? ഞാനല്ലേ എടുത്ത് നടക്കുന്നത്. നമ്മളിങ്ങനെ എടുത്ത് നടക്കാറില്ലല്ലോ. ഓ പേരല്ലേ. ഇത് വേറെ ആശുപത്രിയാണ്, വേറെ ആശുപത്രിയാണ്. നല്ല രസമില്ലേ. ഇതൊരു പൗച്ചാണ്. ഒരു സാധനം വാങ്ങിയാലോ? എന്തിനാ? കാശൊക്കെ അതിന് നമുക്ക് കാശിലടാ. പണ്ട് കുറേ ഇങ്ങനെ മറ്റേ തുറന്നു. പിന്നെ കട്ടർ ഇതൊക്കെ ഉള്ളത്. നമ്മുടെ വേറത് പണ്ട് ഇതൊരു വിചാരമായിരുന്നു. സത്യം. ഹായ് ഹന്ന. നോക്കി ഗൈസ്, ഇതും രണ്ടിനെയും ലൈറ്റിൻ്റെ ആണ് നീങ്ങുന്നത്. രണ്ടിനെയും ഒരേപോലെ അല്ലേ ഗൈസ്? ഒന്നുമില്ല ഗൈസ്. ഭയങ്കര ശൂന്യമായ അർത്ഥം മാത്രം. ശോഭന നമുക്ക് ഇറങ്ങുകയും ചെയ്യാം. അവിടെ നല്ല ചെക്കന്മാർ ഒരു കാര്യം കാണിച്ചു തരാം ഗൈസ്. എവിടെ? ഇതാണ് ഗൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്രിസ്മസ് ട്രീ. ഗൈസ് മീറ്റ് അവർ നല്ലപ്പ. ദിസ് ഈസ് അവർ നല്ലപ്പ. ഹായ് പറയൂ ഗൈസ്. നമ്മൾ അപ്പം മോളിൽ പോവാണ്. ഫുഡ് അടിക്കാൻ വേണ്ടി പോവാണ്. ഗൈസ് നമ്മൾ ഈസി ബൈയിലാണ്. പക്ഷെ എവിടെ ചെറിയ ഈ കണ്ണാടി കണ്ടാലൊരു മിറർ സെൽഫി എടുക്കാണ്ട് ഒരു രസമില്ല. ഇത് നോക്കണുണ്ടാവുന്നൊന്നും ഇപ്പം വാങ്ങിയിരുന്നു. വെറുതെയാണ് ഗൈസ്, വെറുതെ നോക്കണ്. ഇതൊക്കെ വെറുതെ നോട്ടം മാത്രം. ഇതെന്താണ് ഗൈസ്? അറിയില്ലായിരുന്നു. എന്തിനാ ചോദിച്ചിട്ടുണ്ട്? ഇതെന്താണ് ഗൈസ്? എനിക്കറിയാത്തതുകൊണ്ട് ചോദിച്ചു ഗൈസ്.
പ്ലേലി ഒന്നും തുറന്നില്ല, തുറക്കാൻ പോകണുള്ളൂ. അതേപോലെ സിനിമ നടക്കുന്ന പോലെ ഇവിടെ പരിപാടി ഉണ്ട് തോന്നുന്നുണ്ട് വൈകിട്ട്. അതിൻ്റെ പ്രിപ്പറേഷൻസ് താഴെ നടക്കുന്നുണ്ട്, പക്ഷെ വൈകിട്ടാണെന്ന് തോന്നുന്നു. ഗൈസ് ഇവിടെ ഇങ്ങനെ ഒരു വ്യൂ ഉണ്ട് ഗൈസ്. അവിടെ ഫുഡ് ഓർഡർ ചെയ്യണം. കുറേ നേരം ഇരിക്കണം. ഓരോന്ന് നോക്കിയപ്പോൾ ഇരിക്കുന്നു. എന്തൊക്കെയോ ഓർഡർ ചെയ്യുന്നുണ്ട്. ഒന്നും ആയിട്ടില്ല. അവിടെ രണ്ടാളും ഉമ്മയും നല്ലപ്പയും കൂടെ അവിടെ ബില്ല് പേ ചെയ്യാനുള്ള തിക്കും തിരക്കായിരുന്നു. എന്നെ പിടിച്ച് ഉന്തായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പോകുന്നു. ലാസ്റ്റ് നല്ലപ്പ പേ ചെയ്തു. ഫലൂദയാണോ അവിൽ മിൽക്കാണോ വാങ്ങിയിരുന്നേ? ആനമുട്ട. നമുക്ക് ഏതാ വെച്ചാൽ അത് ഉമ്മയുടെ ഇഷ്ടത്തിന് നമുക്ക് വാങ്ങിക്കാം. അതെ, ഒന്നും ഇഷ്ടമില്ല. ഉമ്മ തിന്നണ്ടാ. ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ ഇവിടെ എത്തിയാലെന്തായാലും നമുക്ക് ഫുഡ് കോർട്ടാണെന്ന് വിശക്കുമല്ലോ. മെയിനായിട്ട് ഇതാ ഇയാൾക്കാണ് വിശപ്പ്. ഇവിടെ ഇയാൾക്ക് ഇവിടെ എത്തിയപ്പോൾ മുതൽ ഭയങ്കര വിശപ്പാണ്. അൺബോക്സ് ഇറ്റ്. അത് നല്ല ടേസ്റ്റാണ്. അത് കുടിച്ചാൽ നല്ല ഇഷ്ടമാവും. നല്ല രസമാണ്. നമ്മൾ മൗസിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഫോൺ കളിച്ചിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഒരാളും ഫോണും പിടിച്ചിരിക്കുക. ഇവിടെ രണ്ടാളും പിന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കും. ഞാൻ പിന്നെ പോകും. സിംഗിൾസ് ആയ ചെക്കൻ ടൈപ്പാണ്. എൻ്റെ കുട്ടിക്ക് പോസ്റ്റ് ഒന്നും മാറ്റി വിടുന്നത്. അതെ, പക്ഷെ 2 ദിവസം നോക്കുമ്പോൾ ആളിട്ടിട്ട് പോയിക്കോളും. സ്വഭാവം തിരിച്ചറിയും. അല്ലേ ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് ഗൈസ് ഓടിക്കോ ഓടിക്കോ. ഞാൻ പോയിട്ട് ടാറ്റാ പറയുകയാണോ ഗൈസ്? നമ്മുടെ ഷോബയിൽ വലിയ ക്ലാസ്സാണ്, ഇവിടെ ചെറിയ ക്ലാസ്സാണ്. ഫ്രൂട്ട് ആൻഡ് നട്ട്. ഗൈസ് ഉമ്മ എന്തോരം സാധനങ്ങളാണ് വാങ്ങിച്ചത്. ഉമ്മ എന്തോരം സാധനങ്ങളെന്ന് ആവശ്യമില്ല വാങ്ങുക. ഇവിടെ കുറെ സാധനം സ്റ്റോക്ക് എടുത്തിട്ട് എന്റെ ബാഗിൽ ഇടുന്നിരുന്ന ഉണ്ട്. അതിനെ ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സുഖല്ലേ. ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റാണ്. കാരണം ഇവിടെ അത്ര വലിയ ഓഫറായിട്ട് തോന്നിയില്ല. അപ്പോൾ എന്തായാലും ഉമ്മാക്കും നല്ലമാക്കും നെസ്റ്റോയിൽ പോകണം സാധനങ്ങൾ വാങ്ങാൻ. അവർക്കിപ്പോൾ അവിടെ നിന്ന് വാങ്ങിയാലേ സമാധാനം ആവുള്ളൂ. അവിടെ മാത്രമേ ഇപ്പോൾ ഓഫറുള്ളൂ ഗൈസ്. അപ്പോൾ അവർ അങ്ങോട്ട് പോകണം. നെസ്റ്റോയിലെ കാറും ബൈക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങിയിട്ട് പോരല്ലേ. ഞാൻ ഉമ്മാനെ വിളിച്ചിട്ടുണ്ട്, അവർ തരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഉമ്മച്ച അത് വാങ്ങാൻ വേണ്ടി ചെല്ലുക. ഇനി എന്നെ എത്തിയിട്ടാ പറഞ്ഞിട്ട് ഹാന നേരെ ശ്രദ്ധിക്കാണ്ട്. തൊട്ട് ഒരു ബാക്കിലുണ്ടായിരുന്നു. എൻ്റെ ബാക്കിൽ വേറെ ആൾക്കാരുണ്ടായിരുന്നു. ഇവരെ കിടക്കുമ്പോൾ എല്ലാം കിടക്കാം. ആനാളെ ചെരുപ്പതിൽ കുടുങ്ങി കിടന്നിട്ട് ഒരു സൗണ്ട് കേട്ട് ഞാൻ വിചാരിച്ചാൽ വളി കിട്ടും. വളി കിട്ടാൻ പറ്റിയ ഡിസൈനാന്ന് വിചാരിച്ചു. ഇതാണ് ഗൈസ് നമ്മുടെ ഹൈലൈറ്റ് മാളിലെ എൻട്രൻസ് എന്ന് പറയുന്നത്. അലപ്പാക്ക് പോയി പടം നോക്കണ്ട. റെക്കോർഡ് ചെയ്യണം. ആ പണ്ടത്തെ ഗായകനാണ് ഗൈസ്. ഇവിടെ ഒരു ഭൂതത്തിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഗൈസിന്? വീണ്ടും ദീദിയുടെ ഡ്രൈവിംഗ് കാണണ്ടെന്ന് ആലോചിക്കുമ്പോ അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വന്നിരിക്കുകയാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണ് ഹന? യെസ് ഗൈസ്, ഹന ഉറങ്ങി ഇതേ അവിടുന്ന് കയറിയപ്പോൾ തുടങ്ങിയതാണ് പറയുന്നത്. വണ്ടി കൊടുക്കണ്ടേ? അതെ, ദീദി വണ്ടി ഓടിക്കണോണ്ട് ഇങ്ങനെ ചാടി നമ്മൾ നല്ല സ്മൂത്തായിട്ട് പോകണോണ്ട് കുട്ടിക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റി. ഞാൻ ട്രക്കിങ്ങിന് പോകണമെങ്കിൽ ഓ ഭൂതം നല്ല രസമുണ്ട്. ഇങ്ങോട്ട് നോക്ക്. ശരിക്കും വെച്ചേ ശരിക്കും
കണ്ടക്ക് അവാ ഇത് വെച്ചേ വാ ഞാൻ പോയി കടലിൽ പോയിട്ട് വാ സൂപ്പർ നല്ലപ്പതേക്ക് ഇതേക്ക് നല്ലപ്പ വെക്ക് അല്ലല്ല അല്ലോ നല്ല അതെ നോക്ക് നല്ലപ്പാന ഓയ്യോ ഇത് രസമുണ്ട് നല്ലപ്പോ ഫോൺ എടുത്ത് ഫോട്ടോ എടുക്കാം ഇതിലുള്ളത് മൊത്തം ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ഷോളാണ് ഷോൾസിന് നമുക്ക് ഹിജാബികൾക്ക് എത്ര കിട്ടിയാലും മതിയാവില്ലല്ലോ കഴിഞ്ഞ കൊല്ലം ഉപ്പാനായിട്ട് എടുത്ത് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ദൂരം വാങ്ങിച്ചിരിക്കുന്നല്ലേ ഉപ്പച്ചേ വായപ്പച്ചേ ഗായ്സ് ദീദിക്ക് മാച്ച് ഒരാളെ കണ്ടു ഗായ്സ്. പക്ഷെ വയറ് കുറച്ച് കൂടുതലായി എത്ര മാസമായിനോ. കേസിനോട് വെച്ചാലോ ഗായ്സ് ദീദിക്ക് എന്നെ പേടിയാണ്. എന്താ ഇങ്ങനെ പറഞ്ഞില്ല സീവോട്ട് കണ്ടിരുന്നോ. നല്ല രസമുണ്ട്. വേറെ എത്തിച്ചോക്ക് ഇതിലേത് ഞാൻ വാങ്ങണ്ടത് നീ പറ. ഇത് എത്തിച്ചോക്ക്. ആയോ നല്ല രസമുണ്ട്. ഓയോ നല്ല രസമുണ്ടല്ലേ. ഇത് നമുക്ക് നമ്മുടെ റൂമിൽ ഇങ്ങനെ വെക്കുന്നല്ലേ. നിധി ഒരു മോൾക്ക് ഗായ്സ് എന്തോരം സാധനം. ഇതെന്തോരം സാധനം. നമുക്കിതെടുക്കാം. മച്ചിനോട് പറഞ്ഞിട്ടില്ല. ഇനി ഉമ്മയുടെ റിയാക്ഷൻ നമുക്ക് കാണാം. മച്ചിക്ക് തീരെ ഇഷ്ടമല്ല ബൂസ്റ്റ് ഞാൻ കഴിക്കുന്നത്. ഞാനാണെങ്കിലും ഇപ്പോൾ ബൂസ്റ്റ് എടുത്ത് മാ ഇതണ്ടേ മാ ഇതണ്ടേ. എൻ്റെ ഹസ്ബൻഡ് ഉമ്മ നാഗല്യ ഉമ്മ എൻ്റെ കാശുണ്ട് ഉമ്മ. ഐ വിൽ ഗിവ് മൈ കാശ്. അടുത്തൊരു സാധനം എടുത്തിട്ടുണ്ട് ചീത്ത വിളിക്കാനുള്ളത്. ഹനാക്കൊരു ടാസ്ക് കൊടുത്തിക്കണം കടുക് എടുത്തിട്ട് വരാൻ. കുട്ടിക്ക് കടുക് ഏതാന്ന് പോലെ അറിയില്ല. കടുകൊക്കെ അറിയാം പക്ഷേ എവിടെ എനിക്കറിയില്ല. കടുക് കണ്ടുകൊടുത്ത് എന്നിട്ട് ഇവിടെ ഉണ്ടാവാൻ ചാൻസ് കുറവാ. ഇത് എവിടെ ഇരിക്കണത് എന്താണ് കടുക് എന്ന് കുട്ടിക്ക് അറിയത്തില്ല. അതാണ് പ്രശ്നം. എടുത്തിട്ടോ ഒരു ലോജിക്ക് വെച്ച് ചിന്തിക്കേ എവിടെ കടുകിരിക്കാൻ ചാൻസ്. അതില്ലാന്ന് ഇപ്പെങ്കിലും മനസ്സിലായല്ലോ. ഓരോ സ്ഥലത്ത് ഇവിടെ ഉണ്ടോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഇങ്ങനത്തെ ഏരിയയാണ് ഗൈസ്. ഇവിടെ ഇങ്ങനത്തെ ഏരിയയാണ്. സോ എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സാധാരണ ഞാൻ കണ്ടു ഇങ്ങനെ കാട്ടിക്കുന്നു. വേറെ നോക്ക് സോറി ഞാനിവിടെ കണ്ടതാണ്. ഇല്ല ഇതാണ് ഞാൻ എവിടെയോ നേരത്തെ കണ്ടതാണ്. അത് അല്ല ഞാൻ കടുക് ഈ ഏരിയയിൽ കണ്ടതാ. പിന്നെ കടുക് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതെ ഞാൻ കടുക് ആ ഏരിയയിൽ ഞാൻ കണ്ടതാ. പിന്നെ ക്യാമറ വെച്ചിട്ട് നടക്കുന്നു. അതിന് വരുന്ന പറ. സ്റ്റോറുള്ളിൽ തന്നെ ചായ കുടിക്കാൻ നിൽക്കണം. നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. എന്നിട്ട് നമ്മൾ നേരെ ഷോപ്പിലേക്കും കൂടെ പോകും. അല്ല രണ്ടാളെ വാങ്ങാനിക്കണ്ടേ. അപ്പൊ എന്തൊരു സമാധാനമായിരുന്നപ്പോ.
നമ്മളിപ്പോൾ ഫുഡ് അടിക്കാൻ പോവുകയാണ്. എന്താ സാധനം? ചിക്കൻ കുബൂസ് മയനീസ് കഴിച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ ഫുഡ് അടി ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഇപ്പം സമയം 9 മണിയായി ഗൈസ്. ഇനി ശോഭയിൽ പോകണം ഗൈസ്. ഇനി നമ്മൾ ശോഭയിൽ പോവാണ്. ശോഭ നമ്മളുടെ പ്ലാനില്ലാത്തൊരു സംഭവമായിരുന്നു. ഹൈലൈറ്റിൽ പോയി വന്നപ്പോൾ ഉപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പനോട് ഞാൻ പറഞ്ഞത് ഹൈലൈറ്റ് രസമല്ല, ശോഭൻ്റെ നല്ലത് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നമ്മൾ ശോഭയൊക്കെ ഇവിടെ ശോഭയൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ശോഭയിൽ പോകണം ഗൈസ്. രാത്രി ഇവര് 9 മണിയായി. ഇവര് നമ്മളിപ്പോൾ അതാ ശോഭയിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ്. നമ്മളിപ്പോൾ അതാ ശോഭയിൽ പാർക്ക് ചെയ്തു. ഇവിടെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ നിറച്ച് തിരക്ക്. അവിടെ എന്താ ഗായ്സ് ഞങ്ങളിന്ന് കേൾച്ച് വരുമ്പോൾ ഒരു ഭയങ്കര വിചാരിച്ച് മാർക്ക് കാണാനുള്ള തിരക്കാണ്. പക്ഷെ നോക്കുമ്പോൾ തിരക്കാണ്. 10 മണിക്കുള്ളിൽ വരുന്നവർക്ക് 100 രൂപയ്ക്ക് 12 പീസ് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാവുക. എന്തൊരു തിരക്കാന്നറിയോ? ആ നില മൊത്തം അതിൻ്റെ തിരക്കാണ്. നമുക്ക് തീരെ പിടിപ്പിക്കാം. പേടിച്ചില്ല. ഇറങ്ങാം. നമ്മളിപ്പോൾ ഇറങ്ങി നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. നല്ല സമാധാനമായിട്ട്